ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഉമ്മ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ വീട്ടിലെപ്പോഴും ഉണ്ടാക്കുന്ന മുട്ടപ്പത്തിരിയുടെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം അല്ലേ. ഒരു പാത്രം എടുത്തിട്ട് അതിൽ അരിപ്പ വെച്ച് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് മൈദപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ 2.5 കയ്യിൽ വറുത്ത അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 2 ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പച്ചവെള്ളത്തിലല്ല കേട്ടോ പൊടി നനക്കുന്നത്, നാളികേരപ്പാലിലാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ കുറേശ്ശെയായിട്ട് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട, വെള്ളം കൂടും. അതുകൊണ്ടാണ് ആവശ്യത്തിനുള്ളത് ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ മറക്കണ്ട, എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളുടെ പൊടി നല്ല പോലെ തന്നെ പാലൊക്കെ ഒഴിച്ച് യോജിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ മൈദയൊക്കെ വല്ല കട്ട പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിയിൽ ഒഴിച്ചിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ നമ്മളുടെ മുട്ടപ്പത്തിരിയുടെ മാവിൻ്റെ പരുവം എന്ന് പറയണത് ഈ പരുവമാണ് കേട്ടോ. ഇതേപോലെ ആവണം. ഇത്രയും ഇതിൽ നമ്മൾ ചെയ്തെടുക്കണേ. എന്നിട്ട് ഞാനത് അടപ്പത്ത് വിറകടുപ്പിലാണ് വെച്ചേക്കുന്നത്. ഒരു മുട്ടപ്പത്തിരി ചട്ടി എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി നല്ല പോലെ ചൂടായി വന്നപ്പോൾ നമ്മളുടെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ഹോളൊക്കെ വന്നതിന് ശേഷം അതൊന്ന് മൂടിയിട്ട് കത്തിക്കണം കേട്ടോ. അതിപ്പോൾ നമ്മളുടെ മുട്ടപ്പത്തിരി കണ്ടില്ലേ, നല്ല സോഫ്റ്റ് മുട്ടപ്പത്തിരിയായി വന്നിട്ടുണ്ട്. നല്ല ഹോളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസ് അടുപ്പിൽ വെച്ചാൽ ഇതേപോലെ നമുക്ക് ആയി കിട്ടൂല. അതുകൊണ്ടാണ് അടുപ്പിൽ വെച്ചിട്ട് വിറക് വെച്ച് കത്തിച്ച് ചെയ്യണമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മുട്ടപ്പത്തിരികളും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹോളൊക്കെ ആയിട്ടുള്ള മുട്ടപ്പത്തിരി വന്നിട്ടുണ്ട്. അപ്പോൾ വിറകടുപ്പിൽ വെക്കുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ്, നമ്മളുടെ മുട്ടപ്പത്തിരി പെട്ടെന്ന് കരിഞ്ഞു പോകൂലേന്ന്. കരിഞ്ഞൊന്നും പോകൂല, നന്നായിട്ട് തന്നെ ഹോളൊക്കെ വന്ന് നല്ല മുട്ടപ്പത്തിരി കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഒട്ടും കരിയൊന്നും വന്നിട്ടില്ല. ഇതുപോലെ നമ്മളുടെ മുട്ടപ്പത്തിരി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നല്ല കട്ടിയുള്ള പാലെടുത്തിട്ടുണ്ട് നാളികേരത്തിൻ്റെ. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് പഞ്ചസാര ഇട്ട് കഴിക്കുന്നത് വലിയ ഇഷ്ടമല്ലാത്തത് കൊണ്ട് പഞ്ചസാര ഇട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മുട്ട റോസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലൊഴിച്ച് മുട്ട റോസ്റ്റും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം ഞങ്ങൾ അറിയിക്കുകയും വേണം. അപ്പോൾ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.